ഒരേ സമയം പാട്ട് കേൾക്കുകയും വെബ് ബ്രൗസിംഗ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ എങ്ങനെയാണ് ഒരു കുഴപ്പവുമില്ലാതെ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ സെക്കൻഡിലും നമ്മുടെ എല്ലാം ഉപകരണങ്ങൾക്കുള്ളിൽ അദൃശ്യമായ ഒരു വലിയ ഏകോപനം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ രഹസ്യത്തിന്റെ ചുരുളഴിച്ചാലോ? ഈ സംഭവം മനസ്സിലാക്കാൻ നമുക്ക് നേരെ ഒരു അടുക്കളയിലേക്ക് പോകാം. അവിടെ ഒരു ഷെഫുണ്ട്. പുള്ളി നിർത്താതെ കുക്കികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു പാക്കറുണ്ട്. ഈ കുക്കികളൊക്കെ പെട്ടെന്ന് പെട്ടികളിലാക്കണം. ഇവർക്കിടയിലുള്ള കൗണ്ടറിൽ കുക്കികൾ വെക്കാൻ വളരെ കുറച്ചു സ്ഥലമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കഥയുടെ പശ്ചാത്തലം. അപ്പോൾ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രൊഡ്യൂസറും കൺസ്യൂമറും. അപ്പോൾ ഇവിടെ പ്രധാനമായും 2 പേരാണുള്ളത്. ഒന്ന് പ്രൊഡ്യൂസർ, അതായത് നമ്മുടെ ഷെഫ്, ഡേറ്റയുണ്ടാക്കുന്ന ആൾ. ഇവിടെ അത് കുക്കികളാണ്. രണ്ടാമത്തെയാൾ കൺസ്യൂമർ, നമ്മുടെ പാക്കർ, ഉണ്ടാക്കി വച്ച ഡേറ്റ ഉപയോഗിക്കുന്ന ആൾ. അപ്പോൾ ഈ ബൗണ്ടഡ് ബഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, പ്രൊഡ്യൂസറും കൺസ്യൂമറും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു നിശ്ചിത വലുപ്പമുള്ള ഒരിടം, നമ്മുടെ അടുക്കളയിലെ ആ കൗണ്ടർ പോലെ. അതിന്റെ ആ വലുപ്പത്തിലുള്ള പരിമിതിയാണ് ഇവിടത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശരി, ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഇവരുടെ ഈ ഏകോപനമൊന്ന് പാളിയാൽ എന്ത് സംഭവിക്കും? അതാണ് റേസ് കണ്ടീഷൻ എന്ന ദുരന്തം. ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു നോക്കൂ. ഈ ഷെഫും പാക്കറും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഞാൻ എന്റെ പണി വേഗം തീർക്കട്ടെ എന്ന് മാത്രം വിചാരിച്ച് ജോലി ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ കാര്യങ്ങൾ കൈവിട്ടുപോകും. ഇതിലെ പ്രശ്നം എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്കിതൊന്നുകൂടെ സിമ്പിളാക്കാം. കൗണ്ടറിൽ എത്ര കുക്കികളുണ്ടെന്നുള്ള കണക്ക് 2 പേരും ഒരു പൊതുവായ വൈറ്റ് ബോർഡിലാണ് എഴുതുന്നത്. ഷെഫ് ഒരെണ്ണം വയ്ക്കുമ്പോൾ എണ്ണം 1 കൂട്ടും, പാക്കർ ഒരെണ്ണം എടുക്കുമ്പോൾ എണ്ണം 1 കുറയ്ക്കും. സിമ്പിളല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? 1 കൂട്ടുക എന്നത് നമുക്ക് ഒറ്റ സ്റ്റെപ്പായി തോന്നുമെങ്കിലും കമ്പ്യൂട്ടറിന് അത് 3 സ്റ്റെപ്പുകളാണ്. ആദ്യം ബോർഡിലുള്ള എണ്ണം വായിക്കണം, പിന്നെ പുതിയ വില കണക്ക് കൂട്ടണം, അവസാനം ആ പുതിയ വില തിരിച്ച് ബോർഡിൽ എഴുതണം. ഈ 3 സ്റ്റെപ്പുകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ കാണുന്ന ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. വൈറ്റ് ബോർഡിൽ 5 എന്നെഴുതിയിട്ടുണ്ട്. ഷെഫ് ഒരു കുക്കി വെക്കാനായി വന്ന് ബോർഡിലെ 5 എന്ന് വായിക്കുന്നു. അതേ സെക്കൻഡിൽ പാക്കർ ഒരു കുക്കി എടുക്കാനായി വന്ന് അവനും 5 എന്ന് വായിക്കുന്നു. ഷെഫ് മനസ്സിൽ 5+1 6 എന്ന് കൂട്ടി ബോർഡിൽ 6 എന്നെഴുതുന്നു. തൊട്ടു പിന്നാലെ പാക്കർ നേരത്തെ വായിച്ചുവെച്ച 5-ൽ നിന്ന് 1 കുറച്ച് 4 എന്ന് ബോർഡിലെഴുതുന്നു. എന്തായി ഫലം? കൗണ്ടറിൽ 5 കുക്കികളുണ്ട്, പക്ഷേ ബോർഡിലെ കണക്ക് 4. ഒരു കുക്കി വെറുതെ അങ്ങ് അപ്രത്യക്ഷമായി. അപ്പോൾ നമ്മളീ കണ്ട ദുരന്തമില്ലേ, ഇതിനെയാണ് കമ്പ്യൂട്ടർ സയൻസിൽ റേസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നിലധികം പ്രോസസ്സുകൾ ഒരേ ഡാറ്റയിൽ ഒരേ സമയം പണിയെടുക്കുമ്പോൾ അവരുടെ ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് ഫലം തെറ്റിപ്പോകുന്നൊരു തരം ബഗ്ഗാണിത്. ഇത് ഡാറ്റയെ നശിപ്പിക്കും. അപ്പോൾ ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണും? വലിയ സങ്കീർണമായ വഴികളൊന്നുമല്ല. വളരെ ലളിതമായ 3 നിയമങ്ങൾ മതി ഈ പ്രശ്നം പരിഹരിക്കാൻ. ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കുറച്ച് കോർഡിനേറ്റർമാരെ കൊണ്ടുവരികയാണ്. ഇവരെയാണ് സെമാഫോറുകൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൗണ്ടറിലേക്കുള്ള ട്രാഫിക് സിഗ്നലുകളാണിവ. എപ്പോൾ പോകാം, എപ്പോൾ നിർത്തണം എന്നൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ നിയമം മ്യൂടെക്സ്. ഇതിന്റെ പണി സിമ്പിളാണ്. ഒരേ സമയം ഒരാൾക്ക് മാത്രം കൗണ്ടറിലും വൈറ്റ് ബോർഡിലും തൊടാം. ഒന്നുകിൽ ഷെഫ് അല്ലെങ്കിൽ പാക്കർ. ഒരുമിച്ച് 2 പേർക്കും പറ്റില്ല. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ റൂളാണ് ഫുൾ സെമാഫോർ. ഇത് കൗണ്ടറിൽ എത്ര കുക്കികളുണ്ട് എന്നതിന്റെ കണക്കാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ പാക്കർ വരുമ്പോൾ ആദ്യം ഈ കൗണ്ടറിലേക്ക് നോക്കും. 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എടുക്കാൻ കുക്കിയില്ല. അപ്പോൾ പാക്കർ കാത്തു നിൽക്കണം. മൂന്നാമത്തെയും അവസാനത്തെയും നിയമം എംപ്റ്റി സെമാഫോർ. ഇത് നേരെ തിരിച്ചാണ്. കൗണ്ടറിൽ എത്ര ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് എന്നതിന്റെ കണക്ക്. ഷെഫ് വരുമ്പോൾ ഇതിലേക്ക് നോക്കും. 0 ആണെങ്കിലോ കുക്കി വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഷെഫും കാത്തു നിൽക്കണം. അപ്പോൾ ഈ 3 നിയമങ്ങളും കൂടി ചേരുമ്പോൾ നമ്മുടെ ആ താറുമാറായ അടുക്കള എങ്ങനെയാണ് ഒരു പക്കാ സിസ്റ്റമാറ്റിക് സ്ഥലമായി മാറുന്നത് എന്ന് നോക്കിയാലോ? നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കൗണ്ടറിൽ 10 കുക്ക് വയ്ക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഖാലിയാണ്. അപ്പോൾ നമ്മുടെ ഫുൾ കൗണ്ടർ 0, എംപ്റ്റി കൗണ്ടർ 10. മ്യൂടെക്സ് ലോക്ക് ഫ്രീ ആണ്, ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഷെഫ് വരുന്നു. ആദ്യം എംപ്റ്റി സെമാഫോർ നോക്കുന്നു. 10 ഉണ്ട്, 0-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ സ്ഥലം ഓക്കെയാണ്. ഉടനെ മ്യൂടെക്സ് ലോക്ക് കൈക്കലാക്കി കൗണ്ടറിലൊരു കുക്ക് വയ്ക്കുന്നു. പണി കഴിഞ്ഞതും ഫുൾ കൗണ്ടർ 1 എംപ്റ്റി കൗണ്ടർ 9 എന്നിട്ട് മ്യൂടെക്സ് ലോക്ക് തിരികെ വയ്ക്കുന്നു. ഇനി പാക്കറുടെ ഊഴം. അയാൾ വന്ന് ഫുൾ സെമാഫോർ നോക്കുന്നു. എണ്ണം 1, അതായത് 0-നേക്കാൾ കൂടുതൽ. അപ്പോൾ കുക്കി എടുക്കാം. അയാൾ മ്യൂടെക്സ് ലോക്ക് എടുത്ത് ആ കുക്കി എടുക്കുന്നു.
കഴിഞ്ഞ ഉടനെ ഫുൾ കൗണ്ടർ 0 എംപ്റ്റി കൗണ്ടർ 10 ലോക്ക് തിരികെ വയ്ക്കുന്നു. കണ്ടോ, എല്ലാം പെർഫെക്റ്റ്. ഇനി ഈ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഷെഫ് ഇങ്ങനെ തുടരെ കുക്കികളുണ്ടാക്കി കൗണ്ടർ മുഴുവൻ നിറച്ചു. ഇപ്പോ എംപ്റ്റി കൗണ്ടർ 0 ഇനി അടുത്ത ഷെഫ് വരുമ്പോഴോ എംപ്റ്റി 0 കുക്കി വയ്ക്കാൻ പറ്റില്ല. പാക്കർ വന്ന് ഒരെണ്ണമെടുത്ത് സ്ഥലമുണ്ടാക്കുന്നതുവരെ ഷെഫ് കാത്തുനിന്നേ പറ്റൂ. ഒരു പ്രശ്നമില്ലാതെ കാര്യം നടന്നു. അതുപോലെ തന്നെ കൗണ്ടർ കാലിയാണെന്ന് വെക്കുക. അപ്പോൾ ഫുൾ കൗണ്ടർ 0 ആ സമയത്തൊരു പാക്കർ വന്നാൽ ഫുൾ 0 കുക്കെടുക്കാൻ പറ്റില്ല. ഷെഫ് ഒരെണ്ണം ഉണ്ടാക്കി വെക്കുന്നതുവരെ പാക്കർ കാത്തിരിക്കണം. കണ്ടില്ലേ, ഈ സിസ്റ്റം എത്ര മനോഹരമായാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഈ അടുക്കളയിലെ കുക്കീസിന്റെ കഥയൊക്കെ നമ്മൾ എന്തിനാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നത്? കാരണം ഈ അടുക്കള നമ്മുടെ ചുറ്റുമുണ്ട്, എല്ലായിടത്തും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിത് കേട്ടോണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഈ അടുക്കളയിലെ പ്രശ്നം കോടിക്കണക്കിന് തവണ പരിഹരിക്കപ്പെടുന്നുണ്ട്. വെബ് സെർവറുകൾ നമുക്ക് വെബ് പേജുകൾ തരുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പല ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നതും കമ്പ്യൂട്ടറിലെ കമാൻഡ് ലൈൻ പൈപ്പുകളും എന്തിന് നമ്മൾ എഴുതുന്ന കോഡ് കമ്പൈൽ ചെയ്യുന്നതുമെല്ലാം ഈ ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമർ ഐഡിയ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഈ വളരെ ലളിതമായ ഒരു ഏകോപനത്തിന്റെ പ്രശ്നവും അതിന്റെ പരിഹാരവുമാണ് സത്യത്തിൽ ഇന്നത്തെ ഈ മൾട്ടി ടാസ്കിംഗ് ലോകത്തിന്റെ എല്ലാം നട്ടെല്ല്. നമ്മുടെ ഈ ഡിജിറ്റൽ ലോകം ഇങ്ങനെ തകർന്നു പോകാതെ കൃത്യമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഇതുപോലെയുള്ള വേറെ എന്തെല്ലാം അദൃശ്യമായ നിയമങ്ങളുണ്ടാകും അല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ.